അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 24-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ ശ്ലോകം മുതൽ പാരായണം ചെയ്യുന്നു. ഗമനായ മതിം ചക്രോ സകുടുംബാസവാഹന ശകടാനി തഥോഷ്ട്രാശ്ച വാമ്യശ്ച മഹിഷാസ്തഥാ ധനപൂർണാനി കൃത്വാ തേ നിദ്യയുർനഗരാദ് ബഹിഃ രാമകൃഷ്ണൗ പുരസ്കൃത്യ സർവേ തേ സപരിച്ഛദാ അഗ്രേ കൃത്വാ പ്രജാ സർവാശ്ചേലുഃ സർവേ യദുത്തമാ കതിചിദ് ദിവസൈ പ്രാപുഃ പുരീം ദ്വാരവതിം കിലാം ശില്പിഭിഃ കാരയാമാസ ജീർണോദ്ധാരം ഹി മാധവ സംസ്ഥാപ്യ യാദവാംസ്തത്ര താവേതൗ ബലകേശവൗ തരസാ മധുരാമേത്യാ സംസ്ഥിതൗ നിർജ്ജനാം പുരീം തദാ തത്രൈവ സംപ്രാപ്തോ ബലവാൻ യവനാധിപ ജ്ഞാത്വൈനമാഗതം കൃഷ്ണോ നിര്യയൗ നഗരാദ് ബഹിഃ പദാതിരഗ്രേ തസ്യാഭൂദ്യവനസ്യ ജനാർദ്ദന പീതാംബരധര ശ്രീമാൻ പ്രഹസൻ മധുസൂദന തം ദൃഷ്ട്വാ പുരതോ യാന്തം കൃഷ്ണം കമലലോചനം യവനോപി പദാതി സൻ പൃഷ്ഠതോനുഗതഃ ഖലാ പ്രസുപ്തോ യത്ര രാജർഷിർ മുചുകുന്ദോ മഹാബല പ്രയയൗ ഭഗവാംസ്തത്ര സകാലേ യവനോ ഹരി തത്രൈവാന്തർദധേ വിഷ്ണുർ മുചുകുന്ദം
സമീക്ഷ്യ ച തത്രൈവ യവനഃ പ്രാപ്ത സുപ്തഭൂതമപശ്യത മത്വാ തം വാസുദേവം സ പാദേനാതാടയൻ നൃപം പ്രബുദ്ധ ക്രോധരക്താക്ഷസ്തം ദദാഹ മഹാബല തം ദഗ്ധ്വാ മുചുകുന്ദോധ ദദർശ കമലേക്ഷണം വാസുദേവം സുദേവേശം പ്രണമ്യ പ്രസ്ഥിതോ വനം ജഗാമ ദ്വാരകാം കൃഷ്ണോ ബലദേവ സമന്വിത ഉഗ്രസേനം നൃപം കൃത്വാ വിജഹാര യഥാരുചി അഹരൽ രുക്മിണിം കാമം ശിശുപാലസ്വയംവരാത് രാക്ഷസേന വിവാഹേന ചക്രേ ദാരവിധിം ഹരി തതോ ജാംബവതിം സത്യാം മിത്രവിന്ദാം ച ഭാമിനിം കാളിന്ദിം ലക്ഷ്മണാം ഭദ്രാം തഥാ നാഗ്നജിതിം ശുഭാം പൃഥക് പൃഥക് സമാനീയാപ്യുപയേമേ ജനാർദ്ദന. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാം സ്കന്ധം 24-ാമത്തെ അധ്യായം 28-ാമത്തെ ശ്ലോകം മുതൽ ഇപ്പോൾ ഭാഷാഗാനമായി പാടി അമ്മയുടെ ചരണാരവിന്ദങ്ങളിൽ സാദരം സമർപ്പിക്കും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സകുടുംബം വാഹനത്തിൽ പോകാനായി നിശ്ചയിച്ചു. വണ്ടിയൊട്ടകം കുതിര പോത്തിൻ പുറത്തും ദ്രവ്യങ്ങൾ നിറച്ചും രാമകൃഷ്ണന്മാരെ മുൻനിർത്തിയും പരിവാരങ്ങളോടവർ നഗരം വിട്ടു. പ്രജകളെ മുന്നടത്തി പ്രമുഖർ മുന്നോട്ടു നീങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞു ദ്വാരകയിലെത്തി. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശില്പികളാൽ മാധവനു ജീർണോദ്ധാരണം നടത്തി. യാദവരെ പാർപ്പിച്ചവർ രാമകൃഷ്ണന്മാർ. മധുരയിൽ തിരിച്ചെത്തി നിർജ്ജനപുരിയിൽ പാർത്തു. ബലവാനം യവനനും അവിടെയെത്തി. യവനൻ വന്നെന്ന വാർത്ത അറിഞ്ഞു ശ്രീകൃഷ്ണൻ താനും. നഗരത്തിൻ പുറത്തെത്തി നടന്നു നീങ്ങി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പീതാംബരധാരിയായി പ്രസന്നനായി മുന്നിലൂടെ നടക്കുന്ന കമലലോചനനെ കണ്ട് ദുഷ്ടനായ യവനനും പിന്തുടർന്നു രാജർഷിയാം മുചുകുന്ദൻ കിടക്കുന്ന സ്ഥലത്തുമെത്തി. യവനനോടൊത്തു ഹരി
അവിടേക്കു എത്തിച്ചേർന്നു. യാദവനാം ശ്രീഹരിയോ അപ്രത്യക്ഷനായവനു എത്തിയപ്പോൾ ഉറങ്ങും മുചുകുന്ദനെ യാദവനാണെന്നു ചിന്തിച്ചാഞ്ഞു തൊഴിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശക്തനാം മുചുകുന്ദന്റെ നേത്രാഗ്നിയിൽ യവനനു ദഹിച്ചു പോയി. ആ സമയം കണ്ണനെ കണ്ടു. വാസുദേവ ശ്രീകൃഷ്ണനെ വണങ്ങി വനത്തിൽ പോയി. രാമനൊത്തു കൃഷ്ണൻ ദ്വാരക തന്നിലെത്തി. ഉഗ്രസേനനെയോ രാജാവാക്കി കൃഷ്ണൻ വിഹരിച്ചു. സ്വയംവരെ രുക്മിണിയെ അപഹരിച്ചു. രാക്ഷസവിധി പ്രകാരം വിവാഹവും ചെയ്തു. പിന്നെ ജാംബവതി സത്യമിത്രവിന്ദ ഭാമയേ കാളിന്തി ലക്ഷ്മണ ഭദ്ര എന്നിവരെ വെവ്വേറെയായി കൊണ്ടുവന്നു. യഥാവിധി വെളി കഴിച്ചു. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, മായേ ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാനെന്ന അക്ഷരപൂജയുടെ 415-ാമത്തെ ദിവസമാണിന്ന്. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 24-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ ശ്ലോകം മുതൽ 42 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ നമ്മൾ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുകയാണ്. ഇവിടെ വേദവ്യാസൻ പറഞ്ഞ് തുടങ്ങി ആ ശ്ലോകത്തിൻ്റെ 27-ാമത്തെ ശ്ലോകത്തിൻ്റെ ഉത്തരഭാഗത്തിൽ വേദവ്യാസൻ്റെ വാക്കുകളോടുകൂടിയാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. തക്ഷുത്വാ വചനം തഥ്യം സർവേ യാദവ പുങ്കവ. ശ്രീകൃഷ്ണന്റെ സത്യമായ വാക്കുകേട്ട് എല്ലാ യാദവ പ്രമുഖരും ഗമനായ മതിം ചക്രു സകുടുംബാസവാഹനാശകടാനി തഥോഷ്ട്രാശ്ച വാമ്യശ്ച മഹിഷാസ്തഥ. സകുടുംബം
വാഹനങ്ങളോടുകൂടി പോകാൻ തീരുമാനിച്ചു. എങ്ങടാ? ദ്വാരവത്യാം ഗമിഷ്യാമ. ഭഗവാൻ അങ്ങനെയാ പറഞ്ഞത്, ദ്വാരകയിലേക്ക് പോകാമെന്നാണ്. അങ്ങനെ ശകടാനി തഥോഷ്ട്രാശ്ച വാമ്യശ്ച മഹിഷാസ്തഥ, വാഹനങ്ങളിലും ഒട്ടകത്തിൻ്റെ പുറത്തും കുതിരകളുടെ മുകളിലും പോത്തുകളുടെയും ഒക്കെ പുറത്തൊക്കെ ആയിട്ട് ധനപൂർണാനി കൃത്വാതേ നിര്യയുർ നഗരാത് ബഹി, ദ്രവ്യങ്ങൾ നിറച്ച് രാമകൃഷ്ണവും പുരസ്കൃത്യ, രാമകൃഷ്ണന്മാരെ മുൻനിർത്തി അവര് സർവേതേ സപരിച്ഛത, പരിവാരങ്ങളോടുകൂടി നിര്യയുർ നഗരാത് ബഹി, ആ നഗരത്തിൽ നിന്ന്, മധുരാ നഗരത്തിൽ നിന്ന് പുറത്തു കടന്നു. കാരണം എന്താ? ജരാസന്ധനും അതേപോലെ മ്ലേച്ഛരാജാവായ യവനനും യുദ്ധത്തിന് വരണമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അത്തരത്തിൽ ഭഗവാൻ അവിടുന്ന് എല്ലാവരെയും കൂട്ടി ദ്വാരകയിലേക്ക് പോകണം. അഗ്രേ കൃത്വാ പ്രജാ സർവാശ്ചേലു സർവേ യദുത്തമ കതിചിത് ദിവസൈ പ്രാപു പുരീം ദ്വാരവതിം കില. പ്രജകളെയെല്ലാം മുൻ നടത്തിക്കൊണ്ട് ആ യാദവ പ്രമുഖന്മാര് എല്ലാവരും മുന്നോട്ട് പതുക്കെ പതുക്കെ നീങ്ങി കതിചിത് ദിവസൈ പ്രാപു പുരീം ദ്വാരവതിം കില, ദിവസങ്ങൾക്കകം അവർ ദ്വാരകാപുരിയിൽ എത്തിച്ചേർന്നു. ശ്രീമദ് ഭാഗവതത്തിലെ കഥാസന്ദർഭവുമായി നോക്കുമ്പോൾ ഇവിടെ ചില വ്യത്യാസങ്ങളൊക്കെ കാണാം. അത് പുരാണങ്ങളിലൊക്കെ പലയിടത്തും ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ കാണാറുണ്ട്. ഭഗവാൻ യോഗശക്തി കൊണ്ട് എല്ലാവരെയും ദ്വാരകയിലെത്തിച്ചു, ഒരൊറ്റ ദിവസം കൊണ്ട് ദ്വാരക നിർമ്മിച്ചു, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഭാഗവതത്തിൽ കേട്ടിട്ടുള്ളത് അല്ലേ. ഏതായാലും ശില്പിഭിക്കാരയാമാസ, പിന്നീട് ശില്പികളെ കൊണ്ട് ജീർണോദ്ധാരം ഹി മാധവ, ആ ദ്വാരവതിയുടെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു എന്നാണ്. ഇത് തകർന്നു കിടക്കുകയായിരുന്നു, അതിനെയൊക്കെ പുനരുജ്ജീവിപ്പിക്കാൻ ശില്പികളെയൊക്കെ കൊണ്ടുവന്നു. സംസ്ഥാപ്യ യാദവാംസ്തത്ര താവേതൗ ബലകേശവും, യാദവന്മാരെയെല്ലാം അവിടെ പാർപ്പിച്ചിട്ട് രാമകൃഷ്ണന്മാര് ബലകേശവും, ബലരാമനും കേശവനും ഭഗവാൻ ശ്രീകൃഷ്ണനും ഇരുവരും തരസാമധുരാമേത്യ, വീണ്ടും വേഗം മധുരയിലേക്ക് ചെന്ന് സംസ്ഥിതവും നിർജ്ജനാം പുരി, നിർജ്ജനമായ ആ പട്ടണത്തിൽ അവിടെ താമസിച്ചു, അല്ലെങ്കിൽ അവിടെ നിന്നു. അപ്പോഴേക്കും തഥാ തത്രൈവ സംപ്രാപ്തോ ബലവാൻ യവനാധിപ, അപ്പോഴാണ് അവിടേക്ക് ശക്തിമാനായ ബലവാനായിരിക്കുന്ന ആ യവന രാജാവ് കാലയവനൻ വന്നത്. ജ്ഞാത്വൈനമാഗതം കൃഷ്ണോ നിര്യയൗ നഗരാൽ ബഹി പദാതിരഗ്രേ തസ്യാഭൂദ്യവനസ്യ ജനാർദ്ദന. കാലയവനൻ വന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ പട്ടണത്തിന്റെ പുറത്തേക്ക് വന്നു. യവനന്റെ മുന്നിലൂടെ ജനാർദ്ദനൻ നടകൊണ്ടു. പത്മമാലി നിരായുധ എന്ന് ഭാഗവതം. പീതാംബരധര ശ്രീമാൻ പ്രഹസൻ മധുസൂദന, പീതാംബരം ധരിച്ച് പ്രസന്നവദനായി മധുഹന്താവായിരിക്കുന്ന ഭഗവാൻ അവിടെ അങ്ങോട്ട് ഇറങ്ങി നടന്നപ്പോ തം ദൃഷ്ട്വാ പുരതോയാന്തം കൃഷ്ണം കമലലോചനം, മുന്നിൽ പോകുന്ന കമലലോചനായിരിക്കുന്ന താമരക്കണ്ണനായ കൃഷ്ണനെ കണ്ടിട്ട് യവനോപി പദാതിസൻ പൃഷ്ഠതോനുഗത ഖല, ദുഷ്ടനായ ഖലനായ ആ യവനനുമതെ പിന്നാലെ നടന്നു. പ്രസുപ്തോ യത്ര രാജർഷിർ മുചുകുന്ദോ മഹാബല, എവിടെയാണോ രാജർഷിയായിരിക്കുന്ന മുചുകുന്ദൻ കിടന്ന് ഉറങ്ങുന്നത് ആ സ്ഥലത്തേക്ക് പ്രയൂ ഭഗവാംസ്തത്ര സകാലയവനോ ഹരി, ഭഗവാൻ ഹരി ആ കാലയവനോടുകൂടി അവിടേക്ക് നടന്നു. തത്രൈവ അന്തർദധേ വിഷ്ണുർ മുചുകുന്ദം സമീക്ഷ്യ, ആ അകത്ത് ഗുഹാന്തർഭാഗത്ത് മുചുകുന്ദനെ കണ്ടപ്പോൾ തന്നെ ഭഗവാൻ ആ വിഷ്ണു അവിടുന്ന് മറയുകയും ചെയ്തു എന്ന് പറയുന്നു. തത്രൈവ അന്തർദധേ വിഷ്ണു തത്രൈവ യവനപ്രാപ്ത, യവനൻ അവിടെ വന്നു കഴിഞ്ഞപ്പോഴോ സുപ്തഭൂതം അപശ്യത, ഉറങ്ങിക്കിടക്കുന്ന ആളെ കണ്ടു. എന്നിട്ടോ മത്വാതം വാസുദേവം സാ പാദേനാതാടയൻ നൃപം, അത് മുകുന്ദനാണെന്ന് കരുതി, വാസുദേവനാണെന്ന് കരുതി, മുകുന്ദനെന്നു കരുതി ചവിട്ടി മുചുകുന്ദനെ എന്നാണ്. ആ രാജർഷിയെ കാലുകൊണ്ട് ആഞ്ഞു തൊഴിച്ചു നമ്മുടെ കാലയവന്. പ്രബുദ്ധ ക്രോധരക്താക്ഷസ്തം ദദാഹ മഹാബല, മഹാബലശാലിയായിരിക്കുന്ന ശക്തനായിരിക്കുന്ന മുചുകുന്ദൻ ഉണർന്നു.
ക്രോധരക്താക്ഷസ്തം ദദാഹ. ക്രോധം കൊണ്ട് കലങ്ങി ചുമന്ന കണ്ണുകൊണ്ട് യവനനെ ദഹിപ്പിച്ചു. തം ദഗ്ധ്വാ മുചുകുന്ദോധാ ദദർശ കമലേക്ഷണം. അവിടെ ആ യവനനെ കൊന്നതിനു ശേഷമാണ് യാദവനെ കണ്ടത്. കമലേക്ഷണനായിരിക്കുന്ന, താമരക്കണ്ണനായിരിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണനെ കണ്ടു. വാസുദേവം സുദേവേശം പ്രണമ്യ പ്രസ്ഥിതോ വനം ജഗാമദ്വാരകാം കൃഷ്ണോ ബലദേവ സമന്യുത. ദേവേശനായിരിക്കുന്ന, ദേവദേവനായിരിക്കുന്ന വാസുദേവനെ, ഭഗവാനെ കണ്ടിട്ട് വണങ്ങിയിട്ട് അദ്ദേഹം പ്രസ്ഥിതോ വനം, വനത്തിലേക്ക് പോയി. കൃഷ്ണനോ ബലദേവ സമന്യുത. കൃഷ്ണൻ ബലരാമനോടുകൂടി, കൃഷ്ണൻ വീണ്ടും മധുരയിൽ വന്ന് ബലരാമനോടുകൂടി ദ്വാരകയിലേക്ക് തിരിച്ചുപോയി. ഉഗ്രസേനം നൃപം കൃത്വാ വിജഹാര യഥാരുചി. ഉഗ്രസേനെ രാജാവാക്കി അവിടെ യഥേഷ്ടം തൻ്റെ രുചി അനുസരിച്ച് അവിടെ വിഹരിച്ചു. അഹരൽ രുക്മിണീം കാമം ശിശുപാല സ്വയംവര. ശിശുപാലന്റെ സ്വയംവരത്തിൽ വെച്ച് രുക്മിണിയെ അപഹരിക്കുകയും ചെയ്തു. അങ്ങനെ രുക്മിണി വിവാഹവും അവിടെ പറഞ്ഞു. രാക്ഷസേന വിവാഹേന ചക്രേ ദാരവിധിം ഹരി. രാക്ഷസവിധി അനുസരിച്ച് വിവാഹം ചെയ്തു. രുക്മിണിയെ അപഹരിച്ചു, വിവാഹം ചെയ്തു. പിന്നീട് തതോ ജാംബവതിം സത്യാം മിത്രവിന്ദാം ച ഭാമിനിം കാളിന്ദിം ലക്ഷ്മണാം ഭദ്രാം തഥാ നാഗ്നജിതിം ശുഭാം പൃഥക് പൃഥക് സമാനീയാൻ ഉപയേമേ ജനാർദ്ദന. അത് കഴിഞ്ഞിട്ടോ ആ ഹരി ജാംബവതിയെ, സത്യയെ, മിത്രവിന്ദയെ, അതേപോലെ ഭാമയെ, കാളിന്തി, ലക്ഷ്മണ, നാഗ്നജിതി ഇവരെയൊക്കെ പൃഥക് പൃഥക് സമാനീയ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൊണ്ടുവന്ന് അവരെയും ഉപയേമേ ജനാർദ്ദന, അവരെയും ആ ജനാർദ്ദനൻ ശ്രീകൃഷ്ണൻ വിവാഹം ചെയ്തു എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഈ കൃഷ്ണകഥ സമർപ്പിക്കുന്നത്. നാളെ നമുക്ക് 43-ാമത്തെ ശ്ലോകത്തോടുകൂടി ആരംഭിക്കാം. ഇപ്പോൾ സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.